എന്താണ് നമുക്കൊന്ന് പുറത്തേക്ക് ഒന്ന് പോവാൻ കൊറേ നാളായില്ല പോയിട്ട്. അത് വരാ. റെഡിയായിരുന്നു? നീ റെഡിയായിരുന്നു? വൈകുന്നേരം വന്നിട്ട് പുറത്തു എല്ലാവരും കൂടി. നീ റെഡിയായില്ലേ ഇതുവരെ? എന്താണ് മുഖം കടന്നില്ല ഉദ്യോഗിക്കുന്നത്? നമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? ഞാൻ ആരോടും തലൊടിക്കാനും പോണില്ല. എന്റെ കാര്യം നോക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. അതെന്ത് ഭർത്താനോട് നീ പറഞ്ഞേ? എന്നെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതല്ലേ നിന്റെ ഭാഗ്യം. ഓ, ഭാഗ്യത്തിനോട് കഴിഞ്ഞ ആഴ്ച ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു ലോകത്തില്ലാത്ത തിരക്കും ഓട്ടപ്പാച്ചിലും. അതേ അമ്മ പറഞ്ഞപ്പോ അതേ വന്നേക്കണ നേരത്തെ ഒരുങ്ങിക്കെട്ടി ഒറ്റക്കങ്ങോട്ട് പോയാ മതി. ഇതിന് അമ്മ മാത്രമല്ല പോണത്, നമ്മളെല്ലാരും കൂടി അല്ലേ പോണത്. അമ്മാമ്മയും വന്നുണ്ട്. എല്ലാരും കൂടെ ഒന്നിച്ചു പോയാലേ നമ്മ മാത്രം പോണ പോലെ ആവൂലല്ലോ. ഇത് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞാൻ നിങ്ങൾ കയറി കണ്ട സമയത്ത് അമ്മയുടെ അടുത്ത് റെഡി ആവുമെന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ട് നിൽക്കിയിരിക്കണം. അമ്മാമ്മ റെഡി ആവുന്നുണ്ട്. നീ റെഡിയായി വെറുതെ ഓരോ. നിങ്ങ പോയിട്ട് പോരി, ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഇവിടെ ഒരു വിലയില്ലല്ലോ. ഇത് വലിയ പാടായല്ല. ശരിയെന്നാ റെഡിയാവും. അവരോട് എന്തെങ്കിലും പറയാം. അല്ലെങ്കിലും ഈ തമിഴ് പടമൊന്നും അവർക്ക് പറ്റില്ല. എത്ര അവരടുത്ത ആഴ്ച മലയാള സിനിമ ഉണ്ട്, അപ്പൊ കൊണ്ടുപോകും. വാ വാ. നിങ്ങൾ റെഡി ആയിരുന്ന ഒരു അബദ്ധം പറ്റിയിരുന്നു. മലയാള സിനിമ ഈ ആഴ്ച ഇല്ല, തമിഴ് സിനിമയാണ്. തമിഴ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. മനസ്സിലായി. അപ്പൊ ഞങ്ങൾ വന്നിട്ടേ കഥ പറഞ്ഞു തരുന്നില്ല. തമിഴല്ലേ പറയാൻ പോണ? അത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ആ കഥ പറയുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. അപ്പോൾ പോകാൻ നോക്ക്, അല്ലെങ്കിൽ സിനിമ തുടങ്ങിപ്പോയി. പോയിട്ട് വരാ. മലയാള സിനിമ അടുത്ത ആഴ്ച ഉണ്ട്. നമുക്ക് അന്ന് എല്ലാവരും കൂടി പോവാ. പോവാ. അതേ പണ്ട് നീയും തങ്ങത്തിനും കൂടിയേ ഇങ്ങനെ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകാറില്ല. അപ്പം ഞാനിങ്ങനെ എത്തിയിരിക്കും, നല്ലോണം നോക്കും. എന്നെ കൊണ്ടുപോകുമ്പോൾ വിളിക്കും എന്നൊക്കെ നോക്കി ഞാനും നിൽക്കും. അതിപ്പോൾ തിരിച്ചിട്ട് വിചാരിച്ചാൽ മതി. സങ്കടപ്പെട്ട് നിൽക്കണത് സങ്കടമൊന്നും പെടണ്ട. നിങ്ങൾ ആദ്യം പോകുമ്പോൾ ഞങ്ങളും ഇങ്ങനെ നോക്കി സങ്കടപ്പെട്ട് നിന്നിട്ടുണ്ട്. വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. കേട്ടോ, അമ്മ റെഡി ആയി കഴിഞ്ഞ അമ്മ നീ റെഡി ആയില്ലേ ഇതുവരെ? അവനിപ്പോ വരും. റെഡിയാവ്. ഞാനിപ്പോ തന്നെ റെഡിയാവാ. എല്ലാരും റെഡി ആയിക്കോ. ഞാൻ ഒന്ന് കുളിച്ച് ഡ്രസ് മാറിയിട്ട് വരാം. ഉറങ്ങുന്നത് വരെ റോസ്മി മനസ്സിൽ വിചാരിച്ചതല്ല ഉറങ്ങി എഴുന്നേറ്റിട്ട് റോസ്മി ചെയ്തത്. കാരണം ആ ഉറക്കത്തിൽ റോസ്മി കണ്ട സ്വപ്നം പറഞ്ഞു വെച്ച ഒരു യാഥാർത്ഥ്യം വിതയ്ക്കുന്നതേ കൊയ്യും. നമ്മുടെ കാരണവന്മാരെ നമ്മളുടെ സന്തോഷത്തിൽ നമ്മൾ ചേർത്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ അവരുടെ സന്തോഷത്തിൽ നമ്മളെയും ചേർത്ത് നിർത്തും.